പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ചാനലിൽ സീതാദേവിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇതിവിടെ അവതരിപ്പിക്കാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഗീത അപ്പുക്കുട്ടൻജിയാണ്. ഗീത ചേച്ചിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓ ശ്രീ രാമചന്ദ്രസ്വാമിനേ നമ. നമസ്തേ പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഗീത അപ്പുക്കുട്ടൻ. കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന നമ്മുടെ ഈ ചാനലിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണത്തിൻ്റെ കഥാപാത്രങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശ്രീരാമചന്ദ്ര ദേവന്റെ പത്നിയായ സീതാദേവിയെ പറ്റിയാണ് ഒരു വിവരണം ഞാനിവിടെ പറയുന്നത്. വിഷ്ണുവിൻ്റെ അവതാരമായ രാമന്റെ പത്നിയെ ആണ് സീതാദേവി. ലക്ഷ്മി ദേവിയുടെ അവതാരമായി കണക്കാക്കുന്നു. സൗന്ദര്യത്തിൻ്റെയും ഭക്തിയുടെയും ദേവതയാണ് സീത. സീതയുടെ ജന്മദിനം എല്ലാ വർഷവും സീതാ നവമി ദിനമായി ആഘോഷിക്കുന്നു. സീതയ്ക്ക് ജാനകി, മൈഥിലി, വൈദേഹി എന്നീ പല പേരുകളുമുണ്ട്. ഭൂമി ദേവിയുടെ മകളായി അറിയപ്പെടുന്ന സീത വിദേഹ രാജാവായ ജനക മഹാരാജാവിൻ്റെ ദത്തുപുത്രിയായി വളർത്തപ്പെടുന്നു. ഒഴിവുചാലിൽ നിന്നാണ് സീതയെ കിട്ടിയത്. ചെറുപ്പത്തിൽ തന്നെ ഒരു സ്വയംവരത്തിൽ അയോധ്യയിലെ രാജകുമാരനായ രാമനെ തൻ്റെ ഭർത്താവായി തിരഞ്ഞെടുക്കുന്നു. തൻ്റെ സഹോദരികളായ ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവരെയും യഥാക്രമം ശ്രീരാമദേവന്റെ സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവായ രാമനോടൊപ്പം അയോധ്യ രാജ്യത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി ശ്രീരാമദേവന് 14 വർഷം വനവാസത്തിന് പോകേണ്ടതായി വന്നപ്പോൾ സീത തൻ്റെ പതിയുടെ പാതിവൃത്യ ധർമ്മത്തെ പറ്റി പറഞ്ഞുകൊണ്ട് രാമൻ്റെ കൂടെയും അനുജൻ ലക്ഷ്മണൻ്റെ കൂടെയും വനവാസത്തിന് പോകുന്നു. അവർ ദണ്ഡകവനത്തിൽ താമസിക്കുമ്പോൾ ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോവുകയും ലങ്കയിലെ അശോകവനയിൽ തടവിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ സീതാദേവിയെ അഗ്നിയിൽ ഒളിപ്പിച്ച് മായ സീതയെയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. രാമൻ സീതയെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. ഹനുമാൻ സ്വാമി സീതാദേവി രാവണന്റെ കോട്ടയിൽ അശോകവനിയിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെ വച്ച് സീതാദേവി ശ്രീരാമന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ ചൂടാരത്നം ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്ത് എത്രയും പെട്ടെന്ന് ലങ്കയിൽ വന്ന് സീതാദേവിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നതിനായി പറയുകയും ചെയ്യുന്നു. രാമരാവണ യുദ്ധത്തിൽ രാവണൻ വധിക്കപ്പെടുകയും സീതയെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീരാമൻ സീതയോട് അഗ്നിപരീക്ഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. അതിലൂടെ സീതാദേവി ദേവിയുടെ പവിത്രത തെളിയിക്കുന്നു. സീതയെ അഗ്നിയിൽ ഒളിപ്പിച്ചു വച്ചത് പ്രകാരം സീതാദേവിയെ അഗ്നിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനായി വേണ്ടിയാണ് ഈ അഗ്നിപരീക്ഷണം നടത്തിയത് എന്ന് പറയപ്പെടുന്നു. തൻ്റെ വിശുദ്ധി തെളിയിപ്പിച്ച ശേഷം രാമനും സീതയും അയോധ്യയിലേക്ക് മടങ്ങുകയും പട്ടാഭിഷേകം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പട്ടാഭിഷേകത്തിന് ശേഷം രാജ്ഞിയായി അവിടെ സുഖമായി വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അലക്കുകാരന് സീതയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. സീതയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് സ്വന്തം രാജ്യത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിനും വേണ്ടി ശ്രീരാമൻ സീതയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള കാട്ടിലേക്ക് ലക്ഷ്മണൻ മുഖാന്തരം
പറഞ്ഞയക്കുന്നു. അവിടെ വെച്ച് വാൽമീകി മഹർഷി സീതാദേവിയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സീതാദേവിയെ പരിചരിക്കാൻ താപസ്യമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വാൽമീകി മഹർഷി സീതാദേവിയെ തൻ്റെ മകളായിട്ടാണ് അവിടെ താമസിപ്പിച്ച് പോന്നത്. വാൽമീകിയുടെ ആശ്രമത്തിൽ വച്ച് സീതാദേവി 2 പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു, ലവനും കുശനും. വാൽമീകി മഹർഷി ലവനെയും കുശനെയും രാമായണ കാവ്യം മുഴുവനും പഠിപ്പിക്കുന്നു. അവർ അങ്ങനെ രാമസന്നിധിയിലെത്തി വശ്യമനോഹരമായി ആ രാമായണ കാവ്യം അവതരിപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ മക്കളെ തിരിച്ചറിയുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വാൽമീകി മഹർഷി സ്വന്തം മകളെ എന്ന പോലെ രാമന്റെ സന്നിധിയിൽ സീതയെ എത്തിക്കുകയും പരിശുദ്ധവും പരമശുദ്ധവുമായ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനും തൻ്റെ തപോബലം മുഴുവനും പകരം വയ്ക്കുന്നു. എന്നാൽ സീതാദേവി ഒരു ഉത്തമ പത്നിയുടെ ധർമ്മവും അമ്മയുടെ ധർമ്മവും നിറവേറ്റി തൻ്റെ അമ്മയായ ഭൂമിദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. സീതാദേവിയുടെ ഈ ചെറിയ വിവരണം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.